നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് ഒരു ക്രൈം ക്ലബ്ബാണ്. ഇത് എതിർ ടീം ആരാധകർ പറയുന്നതാണെങ്കിൽ ഓക്കെ. പറയുന്നത് ആരാ? ലാലിഗയുടെ പ്രസിഡന്റ് ഹാവിയർ ടെബാസ് ആണ്. കുറച്ച് നാളുകളായിട്ട് ലാലിഗയിലെ പ്രസിഡന്റും റയൽ മാഡ്രിഡും തമ്മിലുള്ള ബന്ധമൊന്നും അത്ര സ്മൂത്തല്ല. വളരെ ശക്തമായ ഭാഷയിൽ റയലിനെ അധിക്ഷേപിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അയാൾ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. ESPN FCയും മറ്റു മാധ്യമങ്ങളും ഒക്കെ ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പറയാനുള്ളൊരു കാരണം റയൽ മാഡ്രിഡ് ഇപ്പോൾ ലാലിഗയിലെ റഫറിങ്ങിനെതിരെ ചില അവരുടേതായിട്ടുള്ള എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. അത് വെച്ചുകൊണ്ടാണ് ഈ വാക്കുകളൊക്കെ വരുന്നത്. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ യഥാർത്ഥത്തിൽ ഒരു മാഡ്രിഡ് ഫാനാണ്, പക്ഷേ ഇപ്പോൾ മാഡ്രിഡ് ഫാനാണ് എന്നതിൽ എനിക്ക് നാണക്കേട് തോന്നുന്നുണ്ട്. അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യമല്ലാത്ത കഥകൾ അവരിങ്ങനെ കോൺസ്പിറസി തിയറീസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു. തീർച്ചയായിട്ടും ഗ്ലോബൽ കോൺസ്പിറസി, എല്ലാവരും റയൽ മാഡ്രിഡിനെതിരെയാണ് എന്നൊരു കോൺസ്പിറസി തിയറിയാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അവരുടെ ലോജിക്ക് അനുസരിച്ച് റയൽ മാഡ്രിഡ് ഒരു കളി തോറ്റാൽ അത് എതിർ ടീം നന്നായി കളിച്ചതുകൊണ്ടല്ല, മറിച്ച് റഫറീസ് അവർക്കെതിരെ ബയാസ്ഡ് ആയിട്ട് നിന്നതുകൊണ്ടാണ് എന്നാണ് അവർ എപ്പോഴും പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. റയൽ മാഡ്രിഡ് ഒരു ക്രൈം ക്ലബ്ബാണെന്നേ. റയൽ മാഡ്രിഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് പിച്ച് സൈഡ് ഡെലിഗേറ്റ് ആയിട്ടുള്ള മെഗിയ ഡെവില, അതായത് ദി വൈഫ് ഓഫ് റയൽ മാഡ്രിഡ്സ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് പിച്ച് സൈഡ് ഡെലിഗേറ്റ് മെഗിയ ഡെവില വർക്ക് ചെയ്യുന്നത് റഫറീസ് കമ്മിറ്റിയിലാണ്, CTAയിലാണ്. എന്നിട്ട് അവർക്ക് അവിടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ കൺസേൺ റേസ് ചെയ്യാനില്ലേ? ഇപ്പം റഫറി മുനേറോ മൊണ്ടേറയുടെ കാര്യത്തിൽ റേസ് ചെയ്ത പോലെ. അപ്പോൾ റയൽ എപ്പോഴും ചെയ്യുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു വിക്ടിം കാർഡ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ബിഹേവിയറാണ് ഇപ്പോൾ റയലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഡിയാരിയോ എസിനോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ കൂടി നോക്കുക. അദ്ദേഹം പറയുകയാണ്, ഒരുപാട് റഫറിങ് കോൺട്രവേഴ്സീസ് ഈ റീസെൻ്റ് വീക്കിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. റയൽ മാഡ്രിഡ് TV ആണ് അത് പ്രചരിപ്പിക്കുന്നത്. റയൽ മാഡ്രിഡ് ഒരു കോൺട്രവേഴ്സി, ഒരു ഫോൾ സ്റ്റോറി ഇങ്ങനെ ഫുട്ബോളിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് വെർബലി വളരെ അഗ്രസീവും മാനിപ്പുലേറ്റഡുമായിട്ടുള്ള സ്റ്റോറിയാണ്. എനിക്ക് അറിയാം മിക്ക മാഡ്രിഡ് സ്റ്റാർസും ഈ കാര്യത്തിൽ എഗ്രി ചെയ്യുന്നില്ല ക്ലബിനെ. അവർ ക്രൈം ക്ലബ്ബാണ്. അവർ എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീക്കെൻഡിലും അവർ കരയുന്നു, എന്നിട്ട് തൊട്ടടുത്ത വീക്കെൻഡിലും അങ്ങനെ തന്നെ ചെയ്യുന്നു. ഇത് അവരുണ്ടാക്കിയെടുക്കുന്ന ഒരു കോൺസ്പിറസി, തെറ്റായിട്ടുള്ള കോൺസ്പിറസി തിയറിയാണ്. തീർച്ചയായിട്ടും അത് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഫ്ലോറന്റീനോ കോൾഡ് ദി പ്രസിഡന്റ് ഓഫ് ഫെഡറേഷൻ റുബിയാലസ്, എന്നിട്ട് വീണ്ടും അവർ എക്സസീവ്ലി ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. റഫറിങ് സിസ്റ്റത്തിന് അവർക്ക് മാറ്റണം. നിങ്ങൾ മറ്റുള്ള എല്ലാ ക്ലബ്ബുകളോടും ഒരു സർവേ നടത്തി നോക്കൂ. അവർ പറയുക റഫറിങ് സിസ്റ്റത്തിൽ നിന്ന് ഏറ്റവും അധികം ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ള റയൽ മാഡ്രിഡിനും ബാഴ്സലോണക്കും ആയിരിക്കുമെന്നാണ്. പക്ഷേ അത് പറയാൻ അവർക്ക് ടെലിവിഷൻ ഇല്ല. RTV മാത്രമാണ്, റയൽ മാഡ്രിഡ് TV മാത്രമാണ് ഇങ്ങനെയുള്ള കഥകൾ പ്രചരിപ്പിക്കുന്ന ഒരേ ഒരു മീഡിയ. ഫ്ലോറന്റീനയുടെ ഫുട്ബോൾ എന്ന് പറയുന്നത് പണത്തെ മാത്രം ആസ്പദപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇറ്റ് റെപ്രസെന്റ് ഒളിഗാർക്കിക് ഫുട്ബോൾ. ഇറ്റ് റെപ്രസെന്റ് ഓൺലി ഫുട്ബോൾ ഫോർ ദി റിച്ച്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അയാൾക്ക് തീരുമാനിക്കണം. പണമാണ് അയാൾക്ക് മുഖ്യം. എന്നാൽ എൻ്റെ ഉള്ളിലുള്ള മാഡ്രിസ്മോ അങ്ങനെയല്ല. തീർച്ചയായിട്ടും അതിപ്പോൾ വലിയ രൂപത്തിൽ തകർന്നടിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. റയൽ മാഡ്രിഡ് ഈ ഫ്ലോറന്റീനോ എന്ത് ചെയ്യുന്നുവോ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒപ്പീനിയൻ ഇല്ല. ഞാൻ റയൽ മാഡ്രിഡ് വിജയിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. റയൽ മാഡ്രിഡ് കിരീടം ചൂടുമ്പോൾ, ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുമ്പോൾ ഒക്കെ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ ഐ എം എ മാഡ്രിഡ് സ്റ്റാർ, നോട്ട് എ ഫ്ലോറന്റീനിസ്റ്റ എന്നാണ് അയാൾ പറയുന്നത്. തീർച്ചയായിട്ടും ടെബാസിന് വലിയ എതിർപ്പ് ഫ്ലോറന്റീനോ പെരസിനോട് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വാക്കുകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ ഇരിക്കുന്ന സ്ഥാനം ലാലിഗയുടെ പ്രസിഡന്റ് ആണ്. അതാണ് പ്രശ്നം. ലാലിഗയുടെ തലപ്പത്തിരുന്നു കൊണ്ടാണ് ഒരാൾ ലാലിഗ ക്ലബിനെതിരെ ഇങ്ങനെ അധിക്ഷേപം ചൊരിയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.